കോഴിക്കോട് DMO ഓഫീസിൽ ഒരു കസേരയിലിരിക്കാൻ 2 DMOമാർ. കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പഴയ DMO കസേര ഒഴിയാൻ തയ്യാറായില്ല. ഇതോടെ സ്ഥലം മാറി വന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ ഔദ്യോഗിക കസേര അഭിമുഖമായി നിലയുറപ്പിക്കുകയായിരുന്നു. ആരാണ് DMO എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ജീവനക്കാർ. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, കൗതുകകരമാണ്, നിയമപ്രശ്നമാണ്, സർക്കാരിന്റെ ഉത്തരവുണ്ട്, മറുഭാഗത്ത് കോടതിയുടെ ഉത്തരവുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ ഇരുവശത്തും ഇരുന്ന് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന DMOമാർ അങ്ങനെ തുടരുകയാണോ? രഞ്ജിത്ത്, കൗതുകവും ഒപ്പം കോമഡിയുമാണ് ദൃശ്യങ്ങൾ. കാരണം അവർ രാവിലെ മുതൽ തന്നെ ഒരു കസേരയുടെ അല്ലെങ്കിൽ ഒരു ചേംബറിനുള്ളിൽ രണ്ടിടത്തായി ഇരിക്കുകയായിരുന്നു. DMOയുടെ സ്ഥാനത്ത് പഴയ ഉണ്ടായിരുന്ന DMOയും പുതിയ DMO ആയ വനിതാ ഉദ്യോഗസ്ഥ മറുവശത്ത് ഇരിക്കുമായിരുന്നു. വാർത്തകളിലും മറ്റുമൊക്കെ ഇത് വന്നതോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുകയും DHS ഒരു നിർദ്ദേശം രണ്ടുപേർക്കും നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. DMO ആയ N രാജേന്ദ്രനും ഒപ്പം പുതുതായി സ്ഥാനമേറ്റുവന്ന ആശാദേവിയും അവർ ചുമതല ഏറ്റെടുത്താണ്. ഇരുവരോടും മാറാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പുതിയതായി ചുമതല ഏറ്റെടുത്ത് വന്ന DMO ഇപ്പോൾ സ്ഥലത്തില്ല. ആശാദേവി സ്ഥലത്ത് നിന്നും മാറിയിരിക്കുന്നു. മറുവശത്ത് എന്നാൽ ഈ N രാജേന്ദ്രൻ എന്ന പഴയ DMO അദ്ദേഹം ഈ കോടതിയുടെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ അനുകൂല ഉത്തരവുമായാണ് വന്നത്. അദ്ദേഹം ഈ ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോലും അദ്ദേഹം പുറത്തേക്ക് പോയിട്ടില്ല. അതായത് രാവിലെ വന്ന് ആ കസേരയിൽ ഇരുന്ന ശേഷം ആ കസേരയിൽ നിന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം അവിടെ നിന്നും മാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോഴും ആ കസേരയിൽ തന്നെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുതുതായി ചുമതല ഏറ്റെടുത്ത DMO ഉച്ചഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ അവർ ഈ DHSൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഈ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്നതാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. അവരെ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ക്യാബിനുള്ളിൽ ഒരു DMO മാത്രമാണുള്ളത്. ഡോക്ടർ N രാജേന്ദ്രൻ എന്ന പഴയ DMO മാത്രമാണ് ഇതിനകത്തുള്ളത്. ആശാദേവി പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതാവാം. എന്തായാലും ഈ കസേര വിട്ടുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനിയും ആ കസേരയിൽ നിന്ന് കുറച്ചു നേരമെങ്കിലും എഴുന്നേറ്റ് മാറിയാൽ പുതിയ DMO ഒന്നിന് സ്ഥലത്തിരിക്കുമോ എന്നൊരു ആശങ്ക കൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം ഉച്ചഭക്ഷണം പോലും കഴിക്കാൻ പോവാതെ ആ കസേരയിൽ തന്നെ ഇപ്പോഴും മണി 2:30 കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ കസേരയിൽ നിന്ന് ഒരു തവണ പോലും എണീറ്റിട്ടില്ല എന്നാണ് നമുക്ക് ജീവനക്കാർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സ്ഥലം മാറ്റം കേരളത്തിലെ ഏതാണ്ട് 7 DMOമാരുടെ സ്ഥലം മാറ്റം നടത്തുകയും ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത്. തുടർന്ന് എറണാകുളത്ത് DMO ആയിരുന്ന ഡോക്ടർ ആശാദേവി ഇവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ട്രൈബ്യൂണലിനെ സമീപിച്ച ശേഷം ഒരാഴ്ച ഈ ഉത്തരവിന് സ്റ്റേ നൽകുകയും ചെയ്തിരുന്നു. മറ്റ് 3 പേർ കൂടി സമാന രീതിയിൽ തന്നെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. ആ സ്റ്റേയിൽ ഒരാഴ്ച കൂടി അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരണമെന്ന് ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലാവധി ഇന്നലെ കഴിയുന്ന ഒരു സാഹചര്യം. ഒരാഴ്ച ഈ സ്റ്റേ നൽകിയതുകൊണ്ട് തന്നെ ആശാദേവി അവധി എടുത്തു പോവുകയും അവർ ഇവിടേക്ക് വരികയും ചെയ്തില്ല. അതിനുശേഷം ഇന്നലെയാണ് ഈ ഉത്തരവിന്റെ കാലാവധി, അതായത് സ്റ്റേ നൽകിയ 7 ദിവസ കാലാവധി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആശാദേവിയും ഇവിടേക്ക് എത്തി. 2 DMOമാരും അകത്തിരിക്കുന്ന സാഹചര്യം. പക്ഷേ തന്റെ ഉത്തരവിന് അടുത്ത വിശദമായ വാദം കേൾക്കാനായി മാറ്റിയ സാഹചര്യത്തിൽ ആ ഉത്തരവ് കുറച്ചുകൂടി ദീർഘിപ്പിച്ചു എന്ന ഒരു കാര്യമാണ് N രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വിശദീകരണം. അതുകൊണ്ട് താൻ ഇവിടെ തന്നെ തുടരുക ചെയ്യും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ആരോഗ്യവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പലവട്ടം ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അദ്ദേഹം വഴങ്ങാൻ തയ്യാറല്ല. കോടതി മുഖേന അല്ലെങ്കിൽ ട്രൈബ്യൂണൽ മുഖേന താൻ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കുമെന്നാണ് അറിയിച്ചത്. ഒടുവിൽ ഇന്ന് വളരെ വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ആരോഗ്യവകുപ്പിന് തന്നെ നാണക്കേടാവുകയും മാറുകയും ചെയ്ത സാഹചര്യത്തിൽ DHS 2 പേരോടും ആരോഗ്യ ഡയറക്ടർ 2 പേരോടും ഈ സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കൂ, കോടതി ഉത്തരവുകളൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളാം എന്നാണ് അറിയിച്ചത്. പക്ഷേ ആ ഒരു ഉത്തരവിനും അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിനും കാര്യമായ ഗൗനിക്കൽ ഈ രാജേന്ദ്രൻ പഴയ DMOയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. അവിടെ നിന്നും ഉച്ചഭക്ഷണത്തിന് പോലും പോവാതെ ആ കസേരയിൽ ഇരിക്കുകയും മറിച്ച് പുതുതായി എത്തിയ DMO പുറത്തേക്ക് പോയിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുണ്ട്. നേരത്തെ പറഞ്ഞ DHS ഈ വിഷയത്തിൽ ഇടപെടുകയും 2 പേരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 പേരും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണോ? നേരിട്ടുള്ള ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ ഉണ്ടാകണമല്ലോ. കാരണം ചില്ലറയല്ല ഈ വകുപ്പിനെ ഇത് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരാൾ ഒന്ന് വിട്ടുവീഴ്ച നടത്തിയാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. 2 പേരും വാശിയിലാണോ? ഇപ്പോൾ ഒരാൾ ഊണ് കഴിക്കാൻ പുറത്തുപോയി എന്ന് പറയുന്നതിന് പകരം സ്ഥലം മാറി വന്ന DMO തൽക്കാലത്തേക്ക് DHSന്റെ ഉന്നത ഉത്തരവ് അനുസരിച്ച് മാറി നിൽക്കുന്നു എന്നുകൂടി വേണമെങ്കിൽ അനുമാനിക്കാം, അല്ലേ?
രഞ്ജിത്ത്, പക്ഷേ ഇതിന് ഈ നിയമത്തിലുപരി സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ നിലവിലെ സ്ഥലം മാറ്റ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കുകയോ അത് പൂർണ്ണമായും മരവിപ്പിക്കുകയോ ചെയ്തിട്ട് ഉള്ളതല്ല എന്നാണ് ആശാദേവി പറയുന്നത്. ഡോക്ടർ എൻ രാജേന്ദ്രന്റെ ഹർജി അല്ലെങ്കിൽ ട്രൈബ്യൂണലിലെ ഹർജി പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ആ ഉത്തരവിന് ആ ഒരു നടപടി സ്റ്റേ ചെയ്യുകയാണുള്ളത്. പക്ഷേ ആശാദേവിക്ക് തിരിച്ച് ഈ ഏത് സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ചുമതലയില്ല. കാരണം അവർ എറണാകുളത്ത് നിന്നും വരികയും ഇവിടെ ചുമതല ഏറ്റെടുക്കുകയും ഔദ്യോഗിക സിം കാർഡ് അടക്കം എടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ചുമതല പൂർണ്ണമായും ഏറ്റെടുത്ത ഒരു ആളാണ്. അവർക്കതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി തിരിച്ച് എറണാകുളം DMOയിലേക്ക് പോയാൽ അവിടെ ആ സ്ഥാനത്ത് മറ്റൊരാൾ ചുമതല ഏറ്റെടുത്ത് അവർ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു വ്യക്തത ആ ഉത്തരവിലില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിനും അക്കാര്യത്തിലൊരു വ്യക്തത, കാരണം ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഉത്തരവാണ് എൻ രാജേന്ദ്രന്റെ മാറ്റം, സ്ഥലമാറ്റം താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും അദ്ദേഹം ഈ DMO സ്ഥാനത്ത് തുടരുകയും ചെയ്യട്ടെ എന്നത്. പക്ഷേ മറുവശത്ത് ഈ പുതിയതായി വരുന്ന ആളെ എങ്ങോട്ട് ചെയ്യണം, അത് അവരെ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു നിർദ്ദേശം നൽകുകയും ഉണ്ടായില്ല. എന്തായാലും ഈ സ്ഥലമാറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു, അവരെല്ലാവരും ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു തൊഴിൽ തർക്കം എന്ന രീതിയിൽ അല്ലെങ്കിൽ സർവീസ് ചട്ടമെന്ന അല്ലെങ്കിൽ സർവീസ് തർക്കം എന്ന രീതിയിൽ അത് മുന്നോട്ട് പോവുകയും കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുമാണ് വേണ്ടത്. പക്ഷേ ഫലത്തിൽ 2 DMOമാർ ഈ ഓഫീസിൽ ഉണ്ട് എന്നതാണ് വസ്തുത. ഇപ്പോൾ ഒരു DMO, വനിതാ DMO സ്ഥലത്ത് നിന്ന് പോയിരിക്കുന്നു. അവരൊരു പക്ഷേ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ DSSന്റെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ നിന്നും താൽക്കാലികമായി ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ മാറി നിൽക്കുന്നതാവാം. കാരണം ഒരേ ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇരുന്ന് ജോലി ചെയ്യുന്നു, മറുവശത്ത് ഒരു പദവികളും കിട്ടാതെ ഒരു കാര്യം ചെയ്ത ഒരു സ്ത്രീ, അതും ഏറെ കാര്യങ്ങൾ നിപ്പ പോലുള്ള സാംക്രമിക രോഗങ്ങൾ ഉണ്ടായപ്പോൾ വലിയ ഫലപ്രദമായി കാര്യങ്ങൾ നിർവഹിച്ച ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ് ആശാദേവി എന്ന് പറയുന്ന ഡോക്ടർ ആശാദേവി. അവർ മറുവശത്ത് ഒരു ജോലിയും ചെയ്യാതെ നോക്കുകുത്തിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ്. അതിനൊരു തീർപ്പുണ്ടാക്കേണ്ടത് സർക്കാരായിരുന്നു. ഒന്നെങ്കിൽ ഈ കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുത്തുക, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരവ് ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ഇടപെടൽ കൃത്യമായി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പഴയ DMO അല്ലെങ്കിൽ ഇപ്പോഴും DMO എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ എൻ രാജേന്ദ്രൻ ഈ കസേരയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. അതാണ് സാഹചര്യം. ഒരു DMO ഇപ്പോൾ പുറത്തേക്ക് പോയി, ഊണ് കഴിക്കാൻ പോലും പുറത്തു പോകാതെ മറ്റേ DMO അവിടെ തുടരുകയുമാണ്. 2 DMOമാരും മാറി നിൽക്കാൻ DHS ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു DMO കാത്തുകാത്തിരുന്ന് ഒരുപക്ഷെ വിശന്നിട്ടായിരിക്കും അവർ പുറത്തേക്ക് പോയത്. ആശാദേവി എന്ന DMO ആണ്. കോടതി ഉത്തരവ് പ്രകാരം വന്ന ആളാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. പക്ഷേ മറ്റേ DMO ഇപ്പോഴും തുടരുകയാണ്. പരസ്പരം കസേരകളിട്ട് ഇരുന്നാണ് ഇരുവരും ഇപ്പോൾ അവിടെ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കൗതുകകരമായ വളരെ തമാശ കലർന്ന ഒരു സാഹചര്യത്തിനാണ് DMO ഓഫീസ് വേദിയാകുന്നത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.